ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആശിഷ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ആഴ്ചാരവില്ലാണ് നോമ്പ് തുറ. അപ്പം അങ്ങോട്ട് പോവുകയാണ്. ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പോകുന്ന വഴിക്ക് നമുക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളും ഞാനും കൂടെയാണ് പോകുന്നത്. ഉമ്മ അവിടെ ഉണ്ട്, ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പം ഡ്രസ്സൊക്കെ കൊണ്ടാണ് പോകുന്നത്. ഡ്രസ്സൊക്കെ അവിടെ പോയിട്ട് കാണിക്കാം. ഇവിടത്തെ നോമ്പ് തുറ കഴിഞ്ഞു, ഇനി നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പം നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ. 11:00 എത്താന്ന് പറഞ്ഞാണ്. എനിക്കൊക്കെ പിന്നെ സമയത്തിൻ്റെ കാര്യം നല്ല കൃത്യനിഷ്ഠ ആയതുകൊണ്ട് ഇപ്പം സമയം 1:30 മണി കഴിഞ്ഞിരിക്കുന്നു. 1:30 മണിക്കാണ് നമ്മളങ്ങോട്ട് പോകുന്നത്. മിക്കവാറും നമ്മൾ ഒടുക്കും. അങ്ങനെ നമ്മൾ നിലമേലെത്തിയിരിക്കുന്നു. നല്ല വെയിലുണ്ട്, ചൂട് അതിൻ്റെ അപ്പുറം. നമ്മൾ ഫസ്റ്റ് ഫ്രൂട്ട്സ് മേടിക്കാൻ വേണ്ടി പോവുകയാണ്. ഏത് കടയിലേക്കാ? KN ഫ്രൂട്ട്സിലാണ് പോകുന്നത്. താറായി KN ഫ്രൂട്ട്സ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ കടയിൽ നമ്മൾ എത്തിയിരിക്കുന്നു. നമ്മൾ ഫ്രൂട്ട്സ് മേടിക്കട്ടെ. അങ്ങനെ ഫ്രൂട്ട്സ് ആവശ്യത്തിനുള്ളതൊക്കെ നല്ലതൊക്കെയൊക്കെ പറക്കിയെടുക്കുകയാണ്. മുന്തിരിയും ഓറഞ്ചും തണ്ണിമത്തനും അങ്ങനെ എല്ലാം മേടിച്ചു. എന്നിട്ട് നേരെ അടുത്ത കടയിൽ പോയി സമൂസ ലീഫ് മേടിക്കാൻ വേണ്ടി പോയേക്കാണ്. നമ്മൾ ഒരു കടയിൽ കയറി കിട്ടിയില്ല, രണ്ടാമത്തെ കടയിലോട്ട് പോയിട്ടുണ്ട്. കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത്ര എനിക്ക് പറയാനുള്ളൂ. ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ച് ഇനി നേരെ മടവൂരോട്ട് പോവുകയാണ്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നുമില്ല, നല്ല ചൂടുമുണ്ട്, പക്ഷെ സെറ്റ് മഴക്കോളും. അത് ശരിയാണ്. പിന്നേക്കാ നമ്മളെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ നോമ്പ് തുറയാണ്. അതായത് അവിടെ എൻ്റെ വീട്ടില്. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? നിങ്ങൾ പ്രതീക്ഷിച്ചോ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന്? അങ്ങനല്ല ഞാൻ ചോദിച്ച, പിടിച്ച് കൊല്ലും ഞാൻ. എന്തോന്ന് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ കല്യാണം ഒരു ലഹളയിലൂടെയൊക്കെ നടന്നു പോയിട്ട് ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചോ എന്നാണ് ഞാൻ ചോദിച്ചത്. ശരി ഗൈസ്, ഞാൻ ഒന്നും പറഞ്ഞില്ല ഗൈസ്. അങ്ങനെ എൻ്റെ സ്വന്തം ഭവനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആരെയും അവിടെ കാണുന്നില്ല. ഇത് കാണാത്തവർക്ക് വേണ്ടി വ്ലോഗ് ഇടുന്നതാണ്. അങ്ങനെ ഗൈസ് എൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നു. നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഉമ്മാക്കും വാപ്പാക്കും അലീഷാക്കും ഡ്രസ്സൊക്കെ കൊണ്ടാണ് വന്നത്. ഞാൻ കാണിച്ചു തരാം. ഇത് അലീഷ മേഡത്തിൻ്റെതാണ്. ഒരു ബാഗി ജീൻസ്, പിന്നെ അവക്ക് ഒരു ഉടുപ്പ്, ഒരു ബ്ലാക്ക് ഉടുപ്പ്. നല്ല രസമായിരിക്കും ഇത് രണ്ടും കൂടെ പെയർ ചെയ്യുമ്പം. അടുത്തത് വാപ്പാക്കൊരു ഷർട്ട്, നല്ല ഭംഗിയുണ്ട്, കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിന് മാച്ചായിട്ടൊരു മുണ്ടും. ഉമ്മാക്കുള്ള ചുരിദാറിൻ്റെ ഷാളാണ്. ചുരിദാർ ഞാൻ കാണിച്ചു തരാം. ഉമ്മ ഇപ്പം ഇങ്ങനത്തെ ചുരിദാറാണ് കൂടുതലും ഇടുന്നത്. ബാക്കിലോട്ടേക്കോ കണ്ടേ, ഉമ്മാക്കുള്ള ചുരിദാർ ഗൈസ്. അപ്പം ഇനി അടുക്കളയിൽ കുറച്ച് പരിപാടികളുണ്ട്. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഞാനും ഉമ്മയും കൂടെ കിച്ചണിലോട്ട് പോട്ടെ. നമ്മൾ സമൂസയുടെ ഫില്ലിങ് റെഡിയാക്കിയാണ്. എൻ്റെ ഫില്ലിങ് എല്ലാം റെഡിയായി. എത്ര മണിക്കൂർ കൊണ്ട് ഞാൻ ചിക്കൻ കറിക്കുള്ളത് എല്ലാം അവിടെ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് സെറ്റാക്കി വെച്ചിട്ട് ചിക്കൻ കറിക്കുള്ള പരിപാടി തുടങ്ങാമെന്ന് വെച്ചു. സമൂസ ലീവ് ഇപ്പം തന്നെ തീർന്നു. ആകെ 5 ഉണ്ടാക്കിയുള്ളൂ. 5 എന്താണ് പറയാനുള്ളത് സമൂസയെ കുറിച്ച്? ഞാൻ ഉണ്ടാക്കുന്ന സമൂസ എൻ്റെ വീട്ടിലുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇത് വീഡിയോയിൽ ഫ്ലോപ്പായി. സമൂസ ലീവ് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഏകദേശം നോമ്പ് തുറക്കാറൊക്കെ ആയിട്ടുണ്ട്. എത്ര മണി? 4 മണി ആയല്ലേ ഉള്ളൂ. 5:30. ഓക്കെ. അങ്ങനെ ഗൈസ്, നമ്മൾ ഉമ്മയെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. ഉമ്മ വീട്ടിൽ നിൽക്കുകയാണ്.
അപ്പോഴത്തേക്ക് അലീഷയുടെ കുറച്ച് ആക്രികളും ഗൈസ്. അങ്ങനെ ആക്രിക്കടയിൽ ബുക്കൊക്കെ പോയാണ്. എനിക്ക് നല്ല നൊസ്റ്റു അടിക്കുന്നുണ്ട്. എൻ്റെ റെക്കോർഡ് സഹിതം ഇവൾ എടുത്തിട്ടുണ്ട്. എന്തായാലും ഇതെല്ലാം കൊടുത്ത് എത്ര രൂപ കിട്ടും. അങ്ങനെ ഗൈസ് നെറ്റി മുറിഞ്ഞാണോ കുറി ഓക്കെ. അങ്ങനെ നമ്മൾ ആക്രിക്കടയിൽ പോവുകയാണ് അല്ലേ ശബരി? ഞാനുണ്ട്, ശബരി ഉണ്ട്, ഇക്ക ഉണ്ട്, അലീഷ ഉണ്ട്. അപ്പൊ നമുക്ക് ആക്രിക്കടയിൽ പോയി വിശേഷങ്ങളാക്കാം. ആക്രിക്കടയിൽ വന്നപ്പോൾ 23 കിലോ ഉണ്ടായിരുന്നു. 220 രൂപ കിട്ടി. അങ്ങനെയൊക്കെ അതും കൊണ്ട് ഓടുകയാണ്. പിന്നെ അലീഷ തട്ടിപ്പറിച്ചു. അങ്ങനെ നേരെ നമ്മൾ കുടുംബ വീട്ടിൽ പോവാണ്. അങ്ങനെ കുടുംബ വീട്ടിലൊക്കെ പോയതിന് ശേഷം ഇക്കാടെ ഒരു മാമാരെ വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങി. അപ്പോൾ വീട്ടിലെത്തി എല്ലാം സെറ്റാക്കി ബാങ്ക് വിളിച്ചു. നമ്മളെല്ലാവരും ഇരുന്ന് നോമ്പ് കുറിച്ചു. പിന്നെ ഫുഡ് കഴിപ്പായിരുന്നു. അപ്പോൾ ഗൈസ് നോമ്പൊക്കെ നമ്മളെല്ലാവരും മുറിച്ചു. ഇന്ന് സ്പെഷ്യലായിട്ട് ഞാൻ സമൂസയാണ് ഉണ്ടാക്കിയ. പാത്രമൊക്കെ കാലിയായി. പിന്നെ ചായ മോട്ടർ ഇട്ടോ അപ്പുറത്തോളം കിഴങ്ങ്, പിന്നെ ഉമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ കറി, തണ്ണിമത്തൻ ജ്യൂസ്, പിന്നെ ഇന്ന് മടവൂരത്തെ പള്ളിയിലെ കഞ്ഞിയാണ്. പിന്നെ തണ്ണിമത്തൻ, മുന്തിരി, ആപ്പിള്, ഓറഞ്ച്, സ്പെഷ്യൽ അപ്പം, പിന്നെ ഉറട്ടി ഉണ്ട് ഗൈസ്. അപ്പൊ നമ്മൾ എല്ലാരും കൂടെ ഇരുന്ന് നോമ്പ് കുറിക്കുകയാണ്. എല്ലാരും ഉണ്ട്. അത് കഴിഞ്ഞ് ഉറട്ടിയും ചിക്കനും, പിന്നെ അപ്പവും ഉറട്ടിയും കുറച്ച് കിഴങ്ങൊക്കെ എടുത്ത് അതും കൂട്ടി കഴിച്ചു. ഇക്കായോടിരുന്ന് ഫുഡ് കഴിക്കുന്നു. ഉമ്മ ഉണ്ട്. പിന്നെ രാത്രിയായപ്പം സവിതയും ശബരിയും സൗമി ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുമായിരുന്നു. ഇതൊക്കെ ആയിരുന്നു നമ്മുടെ കൊച്ചു നോമ്പ് തുറ. വേറെ ആരെയും നമ്മൾ വിളിച്ചിട്ടില്ലായിരുന്നു. ഇവർ മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇക്കാട് ഒരു മാമിയുടെ വീട്ടിൽ വന്നു. അവിടുത്തെ കുഞ്ഞാവെ ഞാൻ സെറ്റായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.